ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു പറയുന്നുണ്ട്, എന്താണ് വിക്രമേ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം. നിന്നെ അവളെ തല്ലിയ സമയത്ത് അവിടെ CCTV ഉള്ള സ്ഥലത്തല്ലേ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ, ആ അവിടെ CCTV ഉണ്ടായിരുന്നു, പിന്നെ നീ എന്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇതിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാന്നേ. നീ എന്തായാലും ഇപ്പം തന്നെ പോയി കേസ് കൊടുക്കണം. അവൾ ഒരു ദിവസം ജയിലിൽ കിടക്കണം എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് വേണ്ടത്. അവൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ജയിലിൽ കിടന്നിരിക്കണം. എന്തായാലും ഇനി എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് പോയി കേസ് കൊടുക്കാം എന്ന് പറയുവാണ്. അങ്ങനെ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, അമ്മേ എന്ത് വന്നാലും അവൾ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണം, ഇത് നല്ലൊരു അവസരമാണ് എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അതേ മോളെ ഒരു ദിവസമെങ്കിലും അവൾ ജയിലിൽ കിടക്കണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഗോൾഡ് പോയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അതേ അമ്മേ, ഒരു ലോക്കറിൽ സ്വർണ്ണരിപ്പുണ്ടല്ലോ, ഒരു 2-3 പവൻ ഇതിനു വേണ്ടി പോയാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. ശരിയാ മോളെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടിനും പരസ്പരം നോക്കി ചിരിക്കുക കേട്ടോ. അതിനുശേഷം ഒരു പരാതിയൊക്കെ എഴുതിയിട്ട് നമ്മുടെ പ്രകാശനും വിക്രവും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. അതിനുശേഷം അവിടുത്തെ സിഐനെ കണ്ടിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ, സർ ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. സാധാരണ ഇവനെതിരെയാണല്ലോ പരാതി വരാറ്, ഇന്ന് നിങ്ങൾക്ക് പരാതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ പറയണ്ടേ, സാർ അങ്ങനെ പറയരുത്, ഞങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട് സാർ, അത് നോക്കണം എന്ന് പറയുവാണ്. അങ്ങനെ CI അത് വായിച്ചു നോക്കുവാണ്. ഓ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കല്യാണി എന്ന് പറയുന്നത് ഇവന്റെ പെങ്ങള് തന്നെയല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം പറയാണ്ട്, അതേ സർ, അവൾ വെറുതെ എന്നെ റോട്ടി വെച്ച് തല്ലുമായിരുന്നു. അങ്ങനെ ആ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടി വെറുതെ നിന്നെ തല്ലത്തൊന്നുമില്ല, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കും അവൾ തല്ലിയിട്ടുണ്ടാവുക എന്ന് പറയുവാണ്. സർ അങ്ങനെയൊന്നുമല്ല സർ, അവിടെ സാക്ഷികളുണ്ട്, ഞാൻ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു, ഇവൾ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമായിരുന്നു, എൻ്റെ മുഖം കണ്ടില്ലേ സർ എന്ന് പറയുവാണ്. അതുകൊണ്ട് സാർ കേസ് എടുക്കണം എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പോലീസുകാർ പറഞ്ഞിട്ട്, എടോ കല്യാണി പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഇപ്പം നമ്മൾ പോലീസുകാർ പോലും അഭിമാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ അവൾ ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, സർ ഇത് അങ്ങനെയൊന്നുമല്ല, എൻ്റെ മോനെതിരെ അവൾക്ക് ഭയങ്കര ശത്രുതയുണ്ട്, അത് അവൾ തീർത്തതാണ് സർ, ഇവൻ്റെ കവള് കണ്ടില്ലേ സർ എന്നൊക്കെ പ്രകാശം പറയുമ്പോൾ, ശരി, എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് പുറത്തു പോയി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുവാണ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനും വിക്രമും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ അവർ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ആ പോലീസുകാരൻ ഫോൺ എടുത്തിട്ട് കല്യാണിനെ വിളിക്കുവാണ്. അങ്ങനെ അവർ പുറത്തിറങ്ങിയ സെക്കൻഡുകളൊക്കെ കൊണ്ട് തന്നെ കല്യാണിയുടെ വക്കീലേയും കൂട്ടിക്കൊണ്ട് വരുവാണ്. അത് കാണുമ്പോഴേക്കും വിക്രം പ്രകാശിനോട് പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, അവള് വക്കീലിനെയും കൂട്ടിക്കൊണ്ടിട്ടൊക്കെയാണ് വരണത് എന്ന് പറയുമ്പോഴേക്കും, ഇതിനായിരിക്കും നമ്മളെ പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത് എന്ന് വിക്രം പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അതേടെ മോനെ, നമുക്ക് തമ്മിൽ സംസാരിച്ച് ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയായിരിക്കും CSRൻ്റെ ഉദ്ദേശം, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പ്രകാശം പറയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ വക്കീലും കൂടെ എത്തുവാണ്. അങ്ങനെ നമ്മുടെ വക്കീലിനെയും കല്യാണിനെയും ഇങ്ങനെ കാണുമ്പോഴേക്കും നമ്മുടെ വിക്രം പ്രകാശം പറഞ്ഞിട്ട്, നീ എൻ്റെ മോനെ അടിക്കാൻ വരെ ആയില്ലേ എന്ന് പറയുമ്പോൾ, ഇവനെ അടിക്കല്ല, ഇവൻ്റെ ചെയ്ത പ്രവൃത്തിക്ക് ഇവനെ കൊല്ലുക വേണ്ടെന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, നീ എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാനൊക്കെ ആയോ എന്ന് പറയുമ്പോൾ, അതേടും നീ തൻ്റെ മുമ്പിനെ കൈ ചൂണ്ടി സംസാരിക്കൂ, കൈ ചൂണ്ടുക മാത്രമല്ല ഒട്ടും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അതുവെച്ചാൽ താൻ ഇവനെ വളർത്തി വലുതാക്കിയാലോ, ഇവനെ പഠിക്കാനും കോളേജിലും സ്കൂളിലൊക്കെ വിട്ടില്ലാടോ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല, പക്ഷേ ഇംഗ്ലീഷ് സാമാന്യ മര്യാദയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയൊക്കെ ചെയ്യും, ഒരുപാട് മീറ്റിംഗ് ഒക്കെ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഇവനെ കൊണ്ട് ഒരു ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും പറയാൻ പറ്റുള്ളൂ, ഇവനെ കൊണ്ട് എന്തിനെ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഇന്നലെ സോണിയുടെ വീട്ടിൽ ഒരു മോഷണശ്രമം അതുപോലെ തന്നെ ആൽബിയുടെ തലയും തല്ലി പൊട്ടിച്ചായിരുന്നു, അത് ഇവനാണോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ, നാട്ടിൽ അങ്ങനെ പല മോഷണശ്രമവും നടക്കും, അതൊക്കെ നീ എൻ്റെ മോനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ഇവൻ ചെയ്തതാണെങ്കിൽ ഇവൻ അതിനെ അനുഭവിച്ചിരിക്കും എന്നിങ്ങനെ പറയാണ്. നോക്കാടി, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് കല്യാണി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പോലീസുകാരൻ കല്യാണി എടുത്തും, വാ മേഡം, വാ സർ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇരുത്തുവാണ്. അതിനുശേഷം ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അറിയാലോ മേഡത്തിൻ്റെ അനിയൻ തന്നെയാണ് പരാതി തന്നിരിക്കുന്നത്, ഒരു പരാതി തരുമ്പോഴേക്കും ഞങ്ങൾക്ക് മേഡത്തിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല, അത് കേസാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, കേസാക്കണം സാർ, ആക്കിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല, ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സാർ, അവൻ്റെ മുഖം ഇനിയും ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ്. എന്താ കല്യാണി, എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, സാറിനറിയാലോ, ഇന്നലെ രാത്രി
സോണിയുടെയും ആൽബിയുടെയും വീട്ടിൽ മോഷണ ശ്രമത്തിന് വേണ്ടി 3 ചെറുപ്പക്കാർ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അവർ ആൽബിയുടെ തല തല്ലി പൊട്ടിച്ചു. ആൽബി കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അത് മാത്രമല്ല ആ വീട്ടിലെ സ്വർണ്ണങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് ഇവനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സാർ. അതിനെക്കുറിച്ച് ഞാൻ ഇവനോട് ഇന്ന് രാവിലെ ചോദിച്ചപ്പോഴേ ഇവനൊരു മെക്കിട്ട് കയറല്ലേ. ആ സമയത്ത് ഇവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അടിക്കാനാണ് സാർ തോന്നിയത്. അതുകൊണ്ട് തന്നെ 2 കവിളിലും മാറി മാറി അടിച്ചതെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, സാറിന് അറിയാലോ ഇതിനു മുമ്പും ഇവനെ മോഷണ ശ്രമത്തിന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അന്ന് മാല മോഷ്ടിച്ചത് ഇവനായിരുന്നു. അന്ന് ഭാർഗവമ്മ എന്ന് പറഞ്ഞ ആ അമ്മ മൊഴി മാറ്റി പറഞ്ഞില്ല എന്നെങ്കിൽ ഇവൻ ജയിലിൽ കിടക്കേണ്ടതായിരുന്നു. അന്ന് അവർ മൊഴി മാറ്റി പറഞ്ഞതിന്റെ കാരണവും സാറിന് അറിയാലോ. അറിയാൻ കല്യാണി, ശരണ്യയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയാണ്. അതെ, അതുപോലത്തെ ഒരു ശ്രമം തന്നെയാണ് ഇന്നലെ അവിടെ നടന്നത്. അതുകൊണ്ട് അവനാണ് സർ ചാൻസ് എന്ന് കല്യാണി പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അവനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെ നമുക്ക് കംപ്ലൈൻറ്റ് എടുക്കാം. മാത്രമല്ല ആൽബിയുടെ വീട്ടിലേക്ക് പോലീസുകാർ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പോയിട്ടുണ്ട്. അവർ വിരലടയാളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള പണി ഞങ്ങൾക്ക് കൊടുക്കാം എന്ന് പറയണം. എല്ലാ കേസും കൂടി തലയിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. അതെ സർ, അതന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തിനു വേണ്ടിയിട്ടും അടിക്കാനും ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവൻ ഇനി കണ്ടാലും ഇനി ഞാൻ അടിക്കും. പെമ്മക്കളെ ഒരു ചതുർത്ഥിയായിട്ട് കാണുന്ന ഒരു അച്ഛൻ്റെ മോനല്ലേ അവൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ. അവൻ പഠിച്ചു വലിയ രാജകുമാരനാവുന്ന അവൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെയും വിചാരം. എന്നിട്ട് അവൻ രാജകുമാരനല്ല ലോക കള്ളനാണെന്ന് അയാൾ അറിയണം എന്ന് പറയാണ്. മാഡം, എന്തായാലും ഒരു പരാതി കിട്ടിയതല്ലേ, എന്തായാലും ഇത് കേസിൻ്റെ വഴിക്ക് തന്നെ പോയിക്കോട്ടെ മാഡം. അതായിക്കോട്ടെ സർ, അതിനെനിക്കൊരു പരാതിയുമില്ല. എങ്കിൽ മാഡം ഇതിലൊന്ന് ഒപ്പിടൂ എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസുകാരൻ ആ പേപ്പറിലൊക്കെ ഒപ്പിടിപ്പിക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, ശരി മാഡം, എന്നാൽ കോടതിയിൽ വിളിപ്പിക്കുക, അപ്പം നമുക്ക് കാണാമെന്ന് പറയുകയാണ്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക്, സാർ ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതിനെന്താ ജാമ്യമൊക്കെ കിട്ടും, അതിന് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, മാഡം പോയിക്കോളും, ഞാൻ എന്തായാലും വിളിപ്പിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ കല്യാണിയും നമ്മുടെ വക്കീലും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. വീട്ടിലെത്തുന്ന കല്യാണിനെ അടുത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി, നീ എന്ത് തീരുമാനിച്ചിട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും, അതേ കിരണേട്ടാ, എന്തായാലും കേസായിട്ടുണ്ട്, എനിക്ക് ഈ കേസ് എന്തായാലും കോടതിയിലേക്ക് പോകും, ഈ കേസ് എനിക്ക് തന്നെ വാദിക്കണം. നിനക്ക് വാദിക്കണമെന്ന്, നമുക്ക് നല്ലൊരു വക്കീലിനെ വെക്കാൻ കല്യാണി എന്ന് പറയുമ്പോൾ, ഇല്ല കിരണേട്ടാ, ഈ കേസ് എനിക്ക് തന്നെ വാദിക്കണം, അവൻ്റെ കൊള്ളരുതായ്മയൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന വേറെ ആരുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്നെ വാദിക്കണം എന്ന് പറയുമ്പോൾ, എൻ്റെ കല്യാണി, ക്രിമിനൽസിനെ പോലും നിരപരാധിയാക്കാൻ പറ്റുന്ന ഒരുപാട് വക്കീലന്മാർ ഈ കാലത്തുണ്ട്, അവരുടെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ, കിരണേട്ട, എനിക്ക് വേറെ ആരും വേണ്ട കൂട്ട്, കിരണേട്ട മാത്രം മതി എന്ന് പറയുന്ന കിരണേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം, പ്ലീസ് കിരണേട്ട എന്ന് പറയാണ്. കല്യാണി, നിനക്ക് സംസാരശേഷി കിട്ടി എന്ന് വെച്ചിട്ട് നീ ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഒന്നും ചെയ്യല്ലേ കല്യാണി എന്ന് പറയുമ്പോൾ, കിരണേട്ട, ഇതെൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, എനിക്ക് ഈ കേസ് വാദിക്കണം, വേറെ വക്കീലന്മാരെ ഒന്നും വെക്കണമെന്ന് പറയുമ്പോൾ, കിരൺ പറയണ്ട്, കല്യാണി, നിൻ്റെ ഈ തീരുമാനത്തിനോട് അച്ഛനും അമ്മയും ഒന്നും യോജിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, കിരണേട്ട, എനിക്ക് ആരുടെ സമ്മതം വേണ്ട, കിരണേട്ട മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി, ഇതിന് എതിരഭിപ്രായം ഒന്നും പറയില്ല കിരണേട്ട, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, മാത്രമല്ല എനിക്ക് അവനെ കോടതിയിൽ വലിച്ചു കീറണം, അതിന് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു ഇതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് മുതലെടുക്കും കിരണേട്ട, പ്ലീസ് കിരണേട്ട, ഇതിന് എതിരൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുക കേട്ടോ. കിരണാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയണ്ട, കിരണ ആകെ ഒരു കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്, കല്യാണി പറഞ്ഞു പോയ ഒരു കാര്യം, വേറെ ആരും എൻ്റെ കൂടെ നിന്നും കുഴപ്പമില്ല, കിരണേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ ആ കാര്യം മാത്രം ആലോചിച്ച് കിരൺ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.